ബ്രിഗേഡിയർ വേണു നായർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വേണു നായർ, ഈ ഇറാനും ശക്തമായി തിരിച്ചടിക്കുന്നു എന്നതാണ് പുതിയതായി പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ ഈ യുദ്ധ സാഹചര്യങ്ങൾ നീണ്ടു നിൽക്കും. അമേരിക്കയും ഇസ്രയേലും അതിന് മറുപടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. എങ്ങനെയെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കണം, ഒരു സമാധാനം ആ മേഖലയിൽ ഉണ്ടാകണമെങ്കിൽ, അല്ലേ? അങ്ങനെ കരുതണം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ യുദ്ധത്തിന്റെ തുടക്കത്തിലാണ്. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇതിന്റെ ഫോഗ് ഓഫ് വാറൊക്കെ അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ വാർത്ത കിട്ടുന്നത് അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടു എന്നുള്ളത്. അത് ഇന്നലെ ആദ്യത്തെ ആക്ഷനിൽ തന്നെ അദ്ദേഹം മരിച്ചതാണ്. അത് ഒരു സർപ്രൈസ് അറ്റാക്ക് ആയിരുന്നു. ആക്ച്വലി നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇറാനും US-ഉമായിട്ടുള്ള ഇൻഡയറക്ട് ടോക്ക് ഒമാന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒമാന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞത് ചില കാര്യങ്ങളിൽ ഒത്തുതീർപ്പായിട്ടുണ്ട്, ഇനി ഗോ ഫോർവേഡ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അയത്തുള്ള ഖൊമേനിയെ വളരെ ഇറ്റ് ഈസ് സർപ്രൈസിങ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഇതിൽ വെച്ചാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് സേഫ് ഹൗസിലേക്കും ബങ്കറിലേക്കും ഒക്കെ മാറ്റപ്പെടേണ്ട ഒരു വ്യക്തിത്വം, അത്യുന്നത കമാൻഡറായിട്ട് 37 വർഷം ഇറാന്റെ എല്ലാമായിരുന്ന ഖൊമേനി ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ വന്നത് വളരെ അത്ഭുതമാണ്. അത് മൊസാദിന്റെ ഇന്റലിജൻസും US-ന്റെ ഇന്റലിജൻസ് അവരുടെയൊക്കെ വിജയത്തിന്റെ കാര്യമാണ്. അപ്പൊ മിലിറ്ററിലി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആദ്യത്തെ 24 hours തന്നെ അവരുടെ ടോപ്പ് ലീഡേഴ്സ്, മിലിറ്ററിയുടെ ആണെങ്കിലും പൊളിറ്റിക്കൽ ആണെങ്കിലും ഒക്കെ ലീഡേഴ്സിനെ കുറെ കൂടി എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു സക്സഷൻ പ്ലാൻ അവരുടെ നിയമങ്ങൾ അനുസരിച്ചുള്ളതാണ്. ഇപ്പോൾ അയത്തുള്ള ഖൊമേനിക്ക് ഇനി അടുത്തുള്ള അയത്തുള്ളക്ക് വേണ്ടിയിട്ടുള്ള തരത്തിലാണ് നടക്കുന്നത്. ഇത് നേരത്തെ തന്നെ നമ്മൾ ഇദ്ദേഹത്തിന്റെ ഒരു പിൻഗാമി ആരായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് 2 വ്യക്തികളാണ് മുമ്പിൽ വന്നിരുന്നത്. ഒന്ന് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഇപ്പൊ പറഞ്ഞു വരുന്ന മുസ്തഫ, ഒരു 65 വയസ്സുള്ള ഒരു വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പുരോഹിതനിൽപ്പെട്ട ആളെ തന്നെയാണ്. പിന്നെ ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ച അവരുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു ഒരു മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തി. അപ്പോ ഈ സക്സഷൻ പ്ലാന് നമ്മളിപ്പോ IRGC-യിൽ കണ്ടതുപോലെ നേരത്തെ അവരുടെ തലവൻ ഇന്നലെ മരിച്ചായിരുന്നു. അപ്പോൾ അതിപ്പോ തന്നെ ഒരു ബ്രിഗേഡിയർ ജനറൽ ചാർജ് എടുത്തിട്ടുണ്ട്. അപ്പൊ 2 ഭാഗം IRGC-യെ പറ്റി ഒന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇത് ഒരു സൂപ്പർ കോപ്പ് എന്ന പോലെയാണ് ഇറാനിന്റെ ഘടനയിൽ റിപ്പബ്ലിക്കൻ ഗാർഡ് കോർ ഇരിക്കുന്നത്. അവരാണ് ഈ നോർമൽ ആർമി നേവി ഫോഴ്സിന്റെ മുകളിലും പിന്നെ ആർമി രാജ്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും ഭരണത്തിന്റെ ആകട്ടെ, പ്രതിരോധത്തിന്റെ ആകട്ടെ, പൊളിറ്റിക്സിന്റെ ആകട്ടെ, എല്ലാത്തിലും അവരുടെ റെപ്രസെന്റേറ്റീവ് ഉണ്ടാകും. ഇവരുടെ ആർമി യൂണിറ്റുകളിൽ തന്നെ IRGC-യുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ കണ്ട 1.2 lakh ഉള്ള ഒരു സൈന്യമാണ്. അവരുടേതായിട്ട് തന്നെ ഉള്ള ആർമി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട് അവർക്ക്. അപ്പൊ ഏറ്റവും ശക്തമായ ടെക്നോളജിക്കലി എഡ്ജുള്ള ആയുധങ്ങളെല്ലാം ആദ്യമായിട്ട് പ്രയോറിറ്റി കിട്ടുന്നത് IRGC-ക്കാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണത്തെ ഉയർത്തി നിർത്തുന്നതാണ് അവരുടെ നമ്പർ 1 ചുമതല. അപ്പോ എല്ലാ കാര്യത്തിലും അവരുടെ ഒരു ഈ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന മുജീബ് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്, നമ്മുടെ ഒരു പാരാമിലിറ്ററി ഫോഴ്സ്. അതിനെല്ലാം നേരിട്ട് അപ്പോ ഈ പബ്ലിക്കായിട്ടുള്ള ഇന്ററാക്ഷൻ അവരുടെ കൺട്രോൾ ചെയ്യുന്നതും IRGC-യുടെ ഓർഡർ അനുസരിച്ചാണ്. ഈ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ വിലക്കയറ്റത്തിനൊക്കെ എതിരായിട്ട് ഈ എല്ലാ പ്രോവിൻസസിലും 30+ പ്രോവിൻസസിൽ നടന്ന അക്രമത്തെ അടിച്ചമർത്തിയതും IRGC-ആണ്. അപ്പോൾ IRGC-യുടെ അവരുടെ കേപ്പബിലിറ്റി എന്നവരെ നിൽക്കും എന്നുള്ളതനുസരിച്ചാണ് ഇനിയുള്ള സമയങ്ങളിലെ ഇറാന്റെ റെസ്പോൺസ് വരാൻ പോകുന്നത്. ഇറാന്റെ മുൻകൂറുള്ളത്, അവരുടെ മുൻതൂക്കമുള്ളത് ആയുധങ്ങളിൽ അവർക്കുള്ള ബാലിസ്റ്റിക് മിസൈൽസ് ഏതാണ്ട്
ആയിരങ്ങള് 5,000 എങ്കിലും ഇപ്പോൾ അവരുടെ സ്റ്റോക്ക് പൈലായിട്ടുണ്ട്. പിന്നെ ഡ്രോൺസ് ഉണ്ട്. അതെല്ലാം തന്നെ ഒരു 1,700-2,000 കിലോമീറ്റർ വരെ പ്രഹരശക്തിയുള്ള ആയുധങ്ങളാണ് ഇറാന്റെ കയ്യിലുള്ളത്. അതിന്റെ ഇപ്പോൾ IRGC പറഞ്ഞിരിക്കുന്നത് ഈ ഖൊമൈനിയുടെ രക്തം വേസ്റ്റായി പോവില്ല, ഇതെല്ലാം ഞങ്ങൾക്ക് ഉത്തേജനം നൽകും, അവരുടെ ശരിക്കുള്ള പ്രഹരം ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്കുള്ള പൊട്ടൻഷ്യൽ ഞാൻ പറഞ്ഞല്ലോ, ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, ഡ്രോൺസ് ഉണ്ട്. അപ്പോ ഇതിനെതിരായിട്ടുള്ള ഇറാനല്ല ഇസ്രായേൽ ആകട്ടെ അതിലെ ടാർഗറ്റ്സിന്റെ അയം ഡോം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 19 മിലിറ്ററി ബേസസ് ആണ് അമേരിക്കയ്ക്ക് ഈ പ്രദേശങ്ങളിലുള്ളത്. 7-8 രാജ്യങ്ങളിലെ എല്ലാ ഗൾഫ് കൺട്രീസ് ആകട്ടെ എല്ലാത്തിലുമുള്ള നേവൽ ബേസ് നമ്മൾ കുവൈറ്റ്, അതുപോലെ ജബലാലി, ഇവിടെയൊക്കെയുള്ള പിന്നെ എയർഫീൽഡ്സ്, മേജർ എയർഫീൽഡ്സ് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള എല്ലാം ഇസ്രായേലിന്റെ മിസൈൽസ് എത്തിയിട്ടുണ്ട്. ഈ അയൺ ഡോം എല്ലാം ഉണ്ടെങ്കിലും 100% തടുത്തു നിർത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ പല സ്ഥലത്തും ഇവിടെ ഐക്കോണിക് ബിൽഡിംഗ് നമ്മുടെ ഇവിടെ ദുബായിലൊക്കെ ഉള്ള അതൊക്കെ തന്നെ മിസൈൽസ് എത്തിയിട്ടുണ്ട്. ഡ്രോൺസ് ആണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രഹരശക്തി പൂർണ്ണമായിട്ടും തടുക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കുറെ പെർസെന്റേജെങ്കിലും ശക്തി അവരുടെ ആന്റി മിസൈൽ പ്രതിരോധത്തിനെല്ലാം ഭേദിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഏർലി ടൈംസ് ആണ്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ യുദ്ധത്തിന്റെ ഒരു ഇതായിട്ട് എത്തിയിട്ടില്ല. UN ആകട്ടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ എമർജൻസി മീറ്റിംഗ് നടന്നുവെന്ന് അറിയുന്നു. ഇതൊക്കെ അവരുടെ ശക്തി നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇപ്പോ സൂപ്പർ പവേഴ്സ് രണ്ടുവശത്തും നിൽക്കുമ്പോൾ ഒരു പിന്നെ എടുക്കുന്ന റെസൊല്യൂഷൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കരുത്ത് അവർക്കില്ല. പിന്നെ ഇറ്റ് ഈസ് ഏർലി ഡേയ്സ്, ഒരു 2ാമത്തെ ദിവസമാണ് ഇപ്പൊ നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഇതിന്റെയൊക്കെ ഒരു തീരുമാനത്തിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഏർലി ഡേയ്സ് ആണെന്നാണ് എന്റെ ഇനീഷ്യൽ കമന്റ്സ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇനി ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, വളരെ നന്ദി സാർ. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഏർലി സ്റ്റേജ് എന്നതാണ്. കാരണം സമാധാന ശ്രമങ്ങൾ ആരംഭിച്ച് തുടങ്ങിയിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല. മാത്രമല്ല 2 പ്രധാനപ്പെട്ട ലോക സൈനിക ശക്തികളാണ് ഏറ്റുമുട്ടലിന് ഒരു വശത്ത് നിൽക്കുന്നത് എന്നുകൊണ്ട് തന്നെ UN പോലെയുള്ള ഒരു സമാധാന ശ്രമങ്ങൾക്ക് എത്തകണ്ട് കഴിയുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇനിയും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.